Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ, നമ്മൾ ഇന്നലെ US മാർക്കറ്റ് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഇന്നലെ വാൾ സ്ട്രീറ്റ് രേഖപ്പെടുത്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മെഗാ ക്യാപ്സിൽ നിന്നുള്ള ശക്തമായ ഫലങ്ങൾ പുറത്തു വന്നത് ഒരു വാർത്തയായിട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല US ചൈന ആ ഒരു താരിഫ് വാറിന് ഒരു അയവ് വന്നതൊക്കെ ഇന്നലെ US മാർക്കറ്റിന്റെ ഒരു മുന്നേറ്റത്തിൽ നയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. US മാർക്കറ്റ് നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ഡൗ ജോൺസ് ഏകദേശം 2.81% മുന്നേറ്റം രേഖപ്പെടുത്തി. S&P 500ലും 3% മുകളിലേക്കുള്ള ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നാസ്ഡാക്ക് 4.35% ഒരു നേട്ടവും രേഖപ്പെടുത്തി. പല പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ എസ്പെഷ്യലി മൈക്രോസോഫ്റ്റിന്റെ ഓഹരി 7.6% ഇന്നലെ ഉയർച്ച രേഖപ്പെടുത്തിയത്. മെറ്റ 4% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ Amazon.com നോക്കുമ്പോൾ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത് 4%. ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പല സ്റ്റോക്കുകളിലൊക്കെ ഒരു നേട്ടവും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. US മാർക്കറ്റിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ അമേരിക്കൻ വിപണിയെ കുറിച്ച് കഴിഞ്ഞ ഒരു 10 ദിവസങ്ങളിടെ സംസാരിക്കുമ്പോൾ ഞാൻ ഓൾറെഡി ചൂണ്ടിക്കാണിച്ചത് ഷോർട്ട് ടേം ട്രെൻഡ് അമേരിക്കൻ വിപണിയിൽ ഓൾറെഡി ബുള്ളിഷായി മാറിയിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞിരുന്നത് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ആ രണ്ട് ഇൻഡിസസിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് റെസിസ്റ്റൻസ് ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്നു എന്നായിരുന്നു സൂചിപ്പിച്ചത്. സോ ഇന്നലെ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും രണ്ട് ഇൻഡിസസിലും നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയെന്ന് മാത്രമല്ല, ആ ഗ്യാപ്പ് അപ്പിൽ നിന്ന് ആ മുന്നേറ്റം തുടരാനും ആ നേട്ടങ്ങളൊക്കെ നിലനിർത്താനും രണ്ട് ഇൻഡിസസിനും സാധിച്ചിരുന്നു. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് കാണുന്നത് 42,500 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. എന്റെ ഒരു എക്സ്പെക്ടേഷൻ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഡൗ ജോൺസ് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്യും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 42,800 അതിനുശേഷം 43,300. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ അതിനേക്കാൾ അതിശക്തമായിട്ടൊരു ഓപ്പണിങ്ങും അതേപോലെ തന്നെ ഒരു ഈക്വലി സ്ട്രോങ് ക്ലോസ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. നമ്മൾ 20,400 റെസിസ്റ്റൻസ് ആയിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഓപ്പണിംഗ് നിമിഷങ്ങളിൽ തന്നെ നമുക്ക് കിട്ടിയ ഗ്യാപ്പ് അപ്പില് 20,800 പോയിന്റിലായിരുന്നു ഓപ്പൺ ചെയ്ത്. ആൻഡ് അതിനെ തുടർന്ന് ക്ലോസിംഗ് അതിന് തൊട്ട് മുകളിലും ആയിരുന്നു. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി സ്റ്റോക്സ് നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ഒരു ക്ലോസ് ആയിരുന്നു. ഇത് ഞാൻ എങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാസ്ഡാക്കിൽ ഇത്രയും വലിയൊരു ചാട്ടം കാണുന്ന സമയത്ത് തന്നെയായിരുന്നു ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നമുക്ക് ഇന്നലെ നിഫ്റ്റി IT ഇൻഡെക്സിൽ ഒരു 6.5% നേട്ടം കിട്ടിയത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ നിഫ്റ്റി 50 മറ്റേ നിഫ്റ്റി ഇൻഡെക്സസ് ഒക്കെ നോക്കുമ്പോഴേക്കും ഇന്നലെ നമുക്ക് നിഫ്റ്റി 50യിൽ കിട്ടിയ അതേ സെയിം ടൈപ്പ് ഓഫ് ത്രസ്റ്റ് ആയിരുന്നു നമുക്ക് അമേരിക്കൻ വിപണിയിലും കിട്ടിയിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരും ദിവസങ്ങളിൽ FISൽ നിന്നും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യൻ ഷെയർ മാർക്കറ്റ്സിലോട്ട് വീണ്ടും പ്രതീക്ഷിക്കാം. സാർ, ഇനി അടുത്തത് നമുക്ക് ചോദിക്കാനുള്ളത് കമ്മോഡിറ്റി മാർക്കറ്റിനെ പറ്റിയാണ്. നമുക്ക് ബ്രെന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും നോക്കുമ്പോൾ ഒരു 0.5% അടുത്തേക്കുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇന്നിപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഒരു റിക്കവറിയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് മോഡിൽ നിന്നും സൈഡ് വേസ് മോഡിലോട്ട് മാറിയിട്ടുണ്ട്. ബട്ട് ഇതൊരു ബുള്ളിഷ് മോഡിലോട്ട് നീങ്ങണമെങ്കിൽ $67 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ലെറ്റ് us വെയിറ്റ് ആൻഡ് സി ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. നമ്മളിപ്പോൾ ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $59.50 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ട്രേഡിംഗ് പൊസിഷൻസിന് ഇന്ന് ലോ റിസ്ക് ആയിട്ട് ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇന്ന് 0.17% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ഗോൾഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസാനിച്ചു. സാറിന്റെ ഒരു വ്യൂ എന്താണ് ഗോൾഡിൽ? സ്വർണത്തിന്റെ കേസിൽ സ്വർണം അതിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ വരെ എത്തിയിട്ടുണ്ട്. 3,185 ആ സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിലും ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിലും ഈ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് തിരിച്ചൊരു റിക്കവറി, തിരിച്ചൊരു ഷോർട്ട് ടേം ട്രേഡിംഗ് അവസരം ലഭിക്കണമെങ്കിൽ നമ്മൾ $3,298 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.
നമുക്ക് ആഭ്യന്തര മാർക്കറ്റിലോട്ട് വരാം. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ ഒരു 4 വർഷത്തിനിടയിലുള്ള ഏറ്റവും വലിയൊരു സിംഗിൾ ഡേ ഹൈ ആണ്, സിംഗിൾ ഡേ ട്രേഡിംഗ് ആണ് രേഖപ്പെടുത്തിയത്. നമുക്ക് നോക്കുമ്പോൾ 3.82% വലിയൊരു മുന്നേറ്റമാണ് ഇന്നലെ മാർക്കറ്റ് രേഖപ്പെടുത്തിയത്. 24,924 എന്നൊരു ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഇതിലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എടുത്ത മാർക്കറ്റ് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു അപ്വേർഡ് പോകുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റി 50യിൽ നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. വിഷ്ണുവിന് അറിയാം, ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലൊക്കെ എൻ്റെ ഔട്ട്ലുക്കും എൻ്റെ കാഴ്ചപ്പാടും ഒക്കെ വളരെ ബുള്ളിഷ് ആയിരുന്നു. ആൻഡ് നമ്മൾ ആ പഹൽഗാമിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് പോലെ എൻ്റെ ആ ബുള്ളിഷ് ഔട്ട്ലുക്കിൽ ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ലായിരുന്നു. ബിക്കോസ് ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്ന മേജർ സപ്പോർട്ട് ഏരിയ 23,800 പോയിന്റ് ആയിരുന്നു. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കാൻ സാധിച്ചു. ദാറ്റ് വാസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ആൻഡ് ഇന്നലെ കിട്ടിയിരിക്കുന്ന ആ ഒരു ബ്രേക്ക്ഔട്ടിനെ തുടർന്ന് ദ ഔട്ട്ലുക്ക് ഹാസ് ബിക്കം ഈവൻ മോർ ബുള്ളിഷ്. ഇനി നമ്മൾ നിഫ്റ്റി 50യിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 25,100, അതിനുശേഷം 25,400, അതിനുശേഷം 25,800. മൈ പേഴ്സണൽ എക്സ്പെക്ടേഷൻ 25,800 റെസിസ്റ്റൻസ് വരെ തന്നെ നിഫ്റ്റി 50 നമുക്ക് നേട്ടം നൽകും. ബാങ്ക് നിഫ്റ്റിയെ നോക്കുമ്പോഴും ഇന്നലെ 3.34% വലിയൊരു മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയത്. 55,382 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി 50ക്ക് സമാനമായി തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എടുത്തതിന് ശേഷം പിന്നീട് സ്റ്റഡി ആയിട്ട് ഒരു സ്ലോയിലി ഒരു അപ്വേർഡ് മൂവ്മെന്റ് എടുക്കുകയും പിന്നീട് അങ്ങോട്ട് ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എടുത്ത് ആ ഒരു ഉയർച്ച സസ്റ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? Again, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും എന്റെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റമില്ല. എക്സ്ട്രീംലി ബുള്ളിഷ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 56,100, 56,700, 57,800. മൈ പേഴ്സണൽ എക്സ്പെക്ടേഷൻ 56,700 എത്തുമ്പോഴേക്കും ആദ്യം കുറച്ച് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് ത്രസ്റ്റ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഒരു സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് പോകുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളത് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നലത്തെ ട്രേഡിങ്ങിൽ 0.1% ഒരു ഫ്ലാറ്റ് ഇടിവാണ് ഈ സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നമ്മൾ മന്ത്ലി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏപ്രിലാണ്. അതിനുശേഷം ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 30% ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു ലെവലിലാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് Q4ൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം 82.5% വലിയൊരു വളർച്ച ലാഭത്തിൽ ബാങ്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അറ്റപലിശ വരുമാനത്തിലും 2.1% ഒരു ഉയർച്ച ബാങ്ക് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 103 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ലഭിക്കണമെങ്കിൽ 117 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. സാർ, ഇനി ഒരു സ്റ്റോക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് മണപ്പുറം ഫൈനാൻസിനെ പറ്റിയാണ്. നിലവിൽ സ്റ്റോക്ക് നോക്കുമ്പോൾ ഏകദേശം 0.92% ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 230 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാർച്ചിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രൈസിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് നിലവിലും ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണപ്പുറം ഫൈനാൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ ഒരു മണപ്പുറം ഫൈനാൻസിൻ്റെ Q4മായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ലാഭത്തിൽ 22% ഒരു വർധനവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ വരുമാനത്തിലും 20% ഒരു വർധനവാണ് മണപ്പുറം ഫൈനാൻസ് രേഖപ്പെടുത്തിയത്. മണപ്പുറത്തിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മണപ്പുറം ഫിനാൻസിന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രേഡിംഗ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 218 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റും നമുക്കൊരു ബുള്ളിഷ് ട്രിഗറും ലഭിക്കണമെങ്കിൽ 240 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ബിറ്റ്വീൻ 218 and 240 ഈ സ്റ്റോക്കിന്റെ ട്രെൻഡ് വിൽ ബി സൈഡ് വേസ്. സർ, ഇനി അറിയേണ്ടത് ടാറ്റ സ്റ്റീലിനെ പറ്റിയാണ്. ടാറ്റ സ്റ്റീൽ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 6% ഒരു വലിയ മുന്നേറ്റം തന്നെയാണ് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. 151 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് നിലവിൽ ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു 2 മാസമായി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മാസം കൂടി ഒരു പരിഗണിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. മാത്രമല്ല Q4 വന്നപ്പോൾ മികച്ച ഒരു ലാഭം കമ്പനിക്ക് രേഖപ്പെടുത്താൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ലാഭം ഏകദേശം 116% ഒരു ഉയർച്ചയാണ് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടാറ്റ സ്റ്റീലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
ടാറ്റ സ്റ്റീലിന്റെ കേസിൽ ഇന്നലെ നമുക്ക് ആ ഒരു ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റിനെ തുടർന്ന് ഡെഫിനറ്റ്ലി ദ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി അറിയേണ്ടത് കാസ്ട്രോൾ ഇന്ത്യയെ പറ്റിയാണ്. കാസ്ട്രോൾ ഇന്ത്യയുടെ ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ ഏകദേശം 2.2% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. 204 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 2024 അതിനുശേഷം പിന്നീട് ഒരു ഡൗൺവേർഡ് ട്രേഡിംഗ് ആയിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം 25% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു ലെവലിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാസ്ട്രോളിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കാസ്ട്രോൾ ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 216 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ എടുക്കാൻ സാധിക്കത്തുള്ളൂ. സർ, ഇനി അറിയേണ്ടത് മസഗോണിനെ പറ്റിയാണ്. മസഗോൺ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 0.6% ഒരു ഇടിവാണ് സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. 2904 എന്നുള്ളൊരു പ്രൈസിലാണ് നിലവിൽ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലെവലിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇപ്പോഴും ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. മസ്ഡോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? മാസ്ഡോൺ ഡോക്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് നമ്മൾ മാസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് കൊച്ചിൻ ഷിപ്പ് യാർഡ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലെ ഏറ്റവും നല്ല പെർഫോമൻസ് കഴിഞ്ഞ 1.5 മാസത്തിനിടെ നൽകിയിരിക്കുന്നത് ഇറ്റ് ഈസ് മാസഗോൺ ഡോക്ക്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 2750 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യരുത്. പുതിയൊരു ബൈയിങ് ട്രിഗർ ഇന്നത്തെ ട്രേഡിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സർ, ഇനിയൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ശ്രീരാം പ്രിസ്റ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ പറ്റിയാണ്. 2.9% ഒരു നേട്ടം ഇന്നലെ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. 2256 ഈ ഒരു സ്റ്റോക്കിന്റെ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് സെപ്റ്റംബർ മാസത്തിലായിരുന്നു. അതിനുശേഷം കുറച്ച് മാസങ്ങളായി ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഈ ഒരു മാസം നോക്കുമ്പോൾ ഏകദേശം 25% ഒരു മുന്നേറ്റം ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ശ്രീറാം പിസ്റ്റൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് നമുക്ക് സൈഡ് വേസ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു കോണ്ടെക്സ്റ്റ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഹൗവർ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി അറിയേണ്ടത് ബജാജ് ഹൗസിംഗ് ഫൈനാൻസിനെ പറ്റിയാണ്. നിലവിൽ സ്റ്റോക്ക് നോക്കുമ്പോൾ 3% ഒരു വലിയ മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 120 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഏതായാലും ഒരു ലിസ്റ്റിങ്ങിന് ശേഷം ഒരു നിരാശപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആയിരുന്നു ഓൾറെഡി ഈ ഒരു സ്റ്റോക്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഏതായാലും കഴിഞ്ഞ ഒരു ഏപ്രിൽ തൊട്ട് ഈ ഒരു സ്റ്റോക്കിൽ ചെറിയൊരു ബോട്ടം കണ്ടതുപോലെയുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുമുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ന് വിഷ്ണു പറഞ്ഞ 120 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ സ്റ്റോക്കിൽ ഇന്ന് 123 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് വി വിൽ സീ ബുള്ളിഷ്നെസ്. എങ്കിൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി അറിയേണ്ടത് നെറ്റ്വെബ് ടെക്നോളജിനെ പറ്റിയാണ്. നെറ്റ്വെബ് ടെക് ലിമിറ്റഡ് ആ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ 9% ഒരു വലിയൊരു കുതിപ്പ് ഇന്നലെ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നു. 1720 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ സ്റ്റോക്കിലൊരു കൺസോൾട്ടേഷൻ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സ്റ്റോക്ക് ഇപ്പോഴും നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് വളരെ താഴ്ന്ന ഒരു ലെവലിൽ, അതായത് ഏകദേശം 42% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മാസം സ്റ്റോക്കിൽ 21% ഒരു നേട്ടവും ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നെറ്റ്വെബ് ടെക്നോളജി നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ആദ്യം തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ടത് ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന് ശേഷം വലിയൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. എങ്കിലും ഫെബ്രുവരി മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് 1300, 1600 ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷൻ നടത്തി വരികയായിരുന്നു.
ബട്ട് ഇന്നലത്തെ ട്രേഡിംഗ് എസ്പെഷ്യലി നോക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു കോൺടെക്സ്റ്റ് കാണാൻ സാധിക്കുന്നത്. സോ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ എടുക്കാൻ നോക്കാം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും മേജർ റെസിസ്റ്റൻസ് 2225 ആ ഒരു റെസിസ്റ്റൻസ് ലെവൽസ് എത്തുമ്പോഴേക്കും നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിനാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ സാർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്കിൽ ചോദിക്കാനുള്ളത് നമുക്ക് നിഫ്റ്റി 50 തന്നെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസിനെ പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രിയുടെ ഒരു ട്രേഡിംഗ് നോക്കാം. ഇന്നലത്തെ നമ്മളൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്കിൽ 4% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിലയൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Now, റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലോഷർ. പേഴ്സണലി എനിക്ക് ലോങ് പൊസിഷൻസ് ഉള്ള ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രി. ആൻഡ് റിലയൻസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടെ നയിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രി. എക്സ്ട്രീംലി സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡ് ആൻഡ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1440 കാണുന്നത്. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് താമസിക്കാതെ ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 1500, 1575, 1600 ആൻഡ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് താമസിക്കാതെ ഈ സ്റ്റോക്ക് 1600 വരെ ടെസ്റ്റ് ചെയ്യുമെന്നാണ്. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് EID പാരി ഇന്ത്യ ലിമിറ്റഡ് ആണ്. നമ്മൾ EIDയുടെ സ്റ്റോക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 4% ഒരു മുന്നേറ്റം സ്റ്റോക്കിൽ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളായി ഈ ഒരു സ്റ്റോക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയ നിലയിലാണ് ക്ലോസിംഗ് ആയിരിക്കുന്നത്. EID പാരിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? EID പാരിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്, ബട്ട് വിത്ത് എ ബുള്ളിഷ് ഔട്ട്ലുക്ക്. ഈ സ്റ്റോക്ക് ഇതിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള 880 രൂപ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ട്രേഡിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. അങ്ങനെ പൊസിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 800 രൂപയുടെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇനിയൊരു സ്റ്റോക്കിനെ പറ്റി അറിയേണ്ടത് ആംബർ എന്റർപ്രൈസിനെ പറ്റിയാണ്. നിലവിൽ 7% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആണ് ഇന്നലെ കാഴ്ചവെച്ചത്. 6237 എന്നൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു മന്ത്ലി ട്രേഡിംഗിൽ ഒരു കൺസോൾട്ടേഷൻ മോഡൽ ഒരു ചാർട്ട് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ആംബർ എന്റർപ്രൈസസിന്റെ കേസിൽ നമ്മൾ അഗെയിൻ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന് 5600 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ടും 6500 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസും ഉണ്ട്. ദർ ഇസ് എ ഹൈ പോസിബിലിറ്റി താമസിക്കാതെ ഈ 6500 റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുമെന്ന്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 7200 അതിനുശേഷം 8000 രൂപയിലാണ് കാണുന്നത്. ഇനി അറിയേണ്ടത് ആനന്ദരാജിനെ പറ്റിയാണ്. ആനന്ദരാജ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ 5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 451 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളായി ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആനന്ദരാജിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആനന്ദരാജിന്റെ കേസിലും നമ്മൾ മനസ്സിലാക്കുന്നത് ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ ആനന്ദരാജിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ആദ്യം തന്നെ. അതിനുശേഷം ഈ സ്റ്റോക്ക് പിന്നെ ഒരു 520-ലും 540-ലും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഈ 3 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ബട്ട് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 650 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ, ഇനി അറിയേണ്ടത് നമുക്ക് ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. നിലവിൽ 2% ഒരു നേട്ടം ഇന്നലത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 801 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാർച്ച് തൊട്ട് ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു അപ്വേർഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നലെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്.
പ്രോഫിറ്റ് ടേക്കിംഗ് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ 770-790 ഈ ഒരു റേഞ്ചിലായിരിക്കും സപ്പോർട്ട് വരാൻ പോകുന്നത്. ആൻഡ് ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 840. സാർ ഇനി അറിയേണ്ടത് ഇൻഷുറൻസ് സെക്ടറിൽ നിന്നുള്ള LICയെ പറ്റിയാണ്. LIC നോക്കുമ്പോൾ ഇന്നലെ 3.62% ഒരു നേട്ടത്തിൽ 815 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്കൊരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റിലാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ നമുക്കൊരു മാർച്ച് ഏപ്രിൽ നോക്കുമ്പോൾ ഒരു നേട്ടത്തിൽ ചെറിയൊരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് LICയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. LICയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? LICയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ഈ സ്റ്റോക്ക് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. കമ്പനിയുടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് LIC, ആൻഡ് പേഴ്സണലി ഐ ഹവ് ഗോട്ട് എ ലോട്ട് ഓഫ് പൊസിഷൻസ് ഇൻ LIC. ആൻഡ് LICയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 835-840 ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലെ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. സാർ ഇനി അറിയേണ്ടത് GMR എയർപോർട്ടിനെ പറ്റിയാണ്. ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ 4% മുകളിലേക്കൊരു നേട്ടം രേഖപ്പെടുത്തി 88 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസിലാണ് സ്റ്റോക്ക് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ മാർച്ചിലും ഏപ്രിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് നൽകാൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ മോഡൽ ഒരു ചാർട്ടിൽ ഫോം ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. GMR എയർപോർട്ട്സിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിഷ്ണു, GMR എയർപോർട്ടിന്റെ കേസിൽ അഗെയിൻ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകൾക്കിടെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്ത് ഇതിന്റെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 91 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാർ ഇനി അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സുലയെ പറ്റിയാണ്. നമ്മൾ സുലയുടെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൽ നിലവിൽ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ 4.34% ഒരു നേട്ടം രേഖപ്പെടുത്തി 288 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്കൊരു വീക്കിലി നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഫോം ചെയ്യുന്നതായിട്ട് സുലയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സുലയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, സുലയുടെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് മറ്റ് പല IPO റീസെന്റ് ലിസ്റ്റഡ് IPOന്റെ അതേ പാറ്റേൺ സുല വൈൻയാർഡ്സിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് 2024 ജനുവരി മാസത്തിന് അടുത്തായിരുന്നു ഇതിന്റെ ഓൾ ടൈം ഹൈ നമുക്ക് കിട്ടിയത് അറൌണ്ട് 700 റുപ്പീസ്. അതിനുശേഷം കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്ക് നേരിട്ടിരിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് കഴിഞ്ഞ 2-3 ക്വാർട്ടേഴ്സിൽ വളരെ മികച്ചതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ സ്റ്റോക്കിൽ കമ്പനിയുടെ ഷെയർ പ്രൈസിൽ ഇത്രയും വലിയൊരു ഇടിവ്. സോ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ 305 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 305ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ അവസാനമായി ഇനി ഒരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് റിലയൻസ് പവറിനെ പറ്റിയാണ്. റിലയൻസ് പവർ നോക്കുമ്പോൾ ഇന്നലെ 10% ഒരു മികച്ച മുന്നേറ്റം രേഖപ്പെടുത്തി 42 എന്നുള്ളൊരു പ്രൈസിലായിരുന്നു ഒരു ക്ലോസിംഗ് എടുത്തത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ഈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്കിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തി ഇപ്പോൾ ഒരു 20% ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിലയൻസ് പവറിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് പവറിന്റെ കേസിലും സുല വൈൻയാർഡിനെ പോലെ തന്നെ ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഈ സ്റ്റോക്ക് ഒത്തിരി വർഷങ്ങൾക്ക് മുൻപായിരുന്നു IPO ആയിട്ട് വന്നത്. പക്ഷെ IPOയിൽ ഈ കമ്പനി പ്രോമിസ് ചെയ്ത ഒരു പ്രോമിസ് പോലും ഇതിനെ നിലനിർത്താൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസസിൽ ഒത്തിരി മാനിപ്പുലേഷനും ഒത്തിരി സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും മികച്ച റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് 49 രൂപ. നമ്മൾ പ്യുവർ സ്പെക്കുലേഷൻ പ്യുവർ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 49ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക.
വളരെ നന്ദി സാർ, ഇത്ര അപ്ഡേറ്റ്സ് നമുക്ക് ഷെയർ ചെയ്തതിന്. ഏതായാലും Thank ഈ you. ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് മൈഫിനിൽ ഒത്തിരി എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും കാണാൻ വേണ്ടി മൈഫിൻ TV ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്കിന്നറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ നിഖിൽ ജോയിൻ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.